ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ തുടങ്ങുന്നത് ഈവനിങ്ങിൽ നിന്നാണ്. ആൻഡ് ഇത് ഇന്ന് തീരില്ല, മിക്കവാറും ഈ വീഡിയോ നാളത്തേക്ക് പോകും. ഇപ്പം അമ്മ ഒരു കെട്ട് ചീര കൊണ്ടുവന്നിട്ട് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ ആക്ച്വലി കുളിച്ച് കഴിഞ്ഞ് ജിമ്മിലൊക്കെ പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇപ്പോൾ ടൈം 7 മണിയായി, എൻ്റെ ജിം ടൈമിലാണ്. ഞാൻ ആദ്യം അമ്മ അടുത്ത് പറഞ്ഞു ഞാൻ അരിയില്ലാന്ന്. പിന്നെ പാവല്ലേ, എനിക്ക് ഏറ്റവും അരിയാൻ ഇഷ്ടമല്ലാത്ത സാധനമാണ് ചീര. ചീര അരിയുന്നത്. അമ്മ എനിക്ക് ഇച്ചിരി ചായ ഇട്ടേരോ, തലവേദന എടുക്കും. ആരാ? ഇല്ല ഇല്ല ഇല്ല. ചീര അരിയുമ്പോൾ എപ്പോഴും ഭയങ്കര, എൻ്റെ ക്യാമറ പോടും, ഭയങ്കര മെസ്സാണ്. എനിക്കിഷ്ടമല്ല ചീര അരിയാൻ. ഈ മമ്മി എന്നെ അടിച്ചേൽപ്പിക്കുക. പയറൊക്കെ അരിയുമ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, ചീര അരിയുമ്പോൾ അത് ഉണ്ടാവില്ല. ലൂസി ഇവിടെ മമ്മി ഒരു പൊട്ട ചോളം മേടിച്ചു കൊടുത്തു ലൂസിക്ക്. ഞാൻ ലൂസിക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഫുഡാണ് ലൂസിക്ക് കൊടുക്കുന്നത്. ഈ മമ്മി എന്തോ പൊട്ട സാധനം വേണ്ടിയിട്ടൊന്നും അല്ല തിന്നുന്നത്. ഞാൻ ഇവിടെ ഇരിക്കുന്നോണ്ടാണ് അവൻ കമ്പനി ആയിട്ട് തിന്നുന്നത് കേട്ടോ. ഈ മമ്മിക്കൊന്നും ലൂസിയോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമൊന്നുമല്ല. ആരെ? ഞാൻ ലൂസിനെ ഇഷ്ടപ്പെടുന്നതിനേക്കാളും മമ്മിക്ക് ലൂസിനെ ഇഷ്ടമാണോ, അതോ എന്നെക്കാളും മമ്മിക്ക് ലൂസിനെയാണോ ഇഷ്ടം? പിന്നെ മമ്മി പോയിട്ട് വരാതിരിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ സന്തോഷം. അമ്മ കൊതുക് അടിക്കുന്നു, കൊതുക് അടിക്കും. ആ ഫ്രണ്ടിലെ ഡോർ അടയ്ക്കും, കൊതുക് അടിക്കുന്നു. എനിക്ക് വീഡിയോ എടുക്കുമ്പോഴേ സൗണ്ട് പ്രശ്നമാവും. ലൂസി കൊതുകിനെ കടിക്കുന്നത്. കൊതുകിനെ പേടിയാ ലൂസിനെ. ലൂസിനെ പേടി. ഈ ക്യാമറ എപ്പോഴും താഴേക്ക് വീഴുക. ഞാനും മമ്മിയും കൂടി ഇപ്പോൾ റേഷൻ കടയിൽ പോയിട്ട് പച്ചരി എല്ലാം മേടിച്ചുകൊണ്ട് വന്നതാണ്. ഞാൻ ഇവിടെ മടി പിടിച്ചിരിക്കുകയായിരുന്നു, പിന്നെ എന്നെ കുത്തിപ്പൊക്കിക്കൊണ്ട് പോയതാ. എനിക്ക് ഒരാഗ്രഹവും ഇല്ലായിരുന്നു പോകാനും. ഇനി കടയിൽ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. പറ്റുമെങ്കിൽ അത് ഞാൻ കാണിക്കാം. എന്തൊക്കെയാ മമ്മി മമ്മൂഞ്ഞിന്റെ കടയിൽ എടുത്ത് വെച്ചേക്കുന്നത്? അരിയുണ്ടോ? സോ ഞാനിത് വേഗം ഷടപടി എറിഞ്ഞ് തീർത്തിട്ട് വേണം എനിക്ക് ജിമ്മിൽ പോകണം. ഗൈസ്, ചീര അരിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. മീൻവൈൽ ലൂസിയും ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഒന്നാമത്തെ കാര്യം ചീര അരിയാൻ ഇഷ്ടമല്ലാത്തത്. പക്ഷേ ഐ തിങ്ക് ഒരു 5 മിനിറ്റ്സിനുള്ളിൽ ഞാൻ അത്രയും അരിഞ്ഞ് കുറേ കണ്ടമുണ്ടാം പീസൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. കോഫിയല്ല, ചായ. അതിനുശേഷം അതൊക്കെ വേഗം കുളിച്ച് വൃത്തിയാക്കിയിട്ട് ജിമ്മിൽ പോട്ടെ കേട്ടോ. ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. മമ്മൂനെ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. എന്തൊക്കെയാ സാധനങ്ങൾ? മുളക്, കാശ്മീരി ചില്ലി, ഉപ്പും മുട്ടയും എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട്.
സോ ഗൈസ്, അങ്ങനെ ഞാൻ കടയിൽ പോയിട്ട് വണ്ടി നിറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഫ്രണ്ടിൽ കുറേ സോപ്പും ഇതൊക്കെ 2 ദിവസത്തേക്കുള്ള ഈ സോപ്പുകളൊക്കെ ഇത്രയും തീർന്നു പോകും. ബാക്കിയെല്ലാം ഞാൻ പുറത്തേക്ക് അൺലോഡ് ചെയ്യട്ടെ. അയ്യോ വെട്ടും പോയേ. ഓക്കെ, ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ബാക്കിയെല്ലാം പുറത്തേക്ക് അൺലോഡ് ചെയ്യട്ടെ. കുറച്ചധികം സാധനങ്ങളുണ്ട്. എനിക്കിഷ്ടമില്ലാത്ത അയ്യോ മുട്ട വാങ്ങിച്ചില്ല. സാരില്ല, നാളെ വാങ്ങിക്കാം. അപ്പം എനിക്ക് കിട്ടും. എന്തോ കടയിൽ പോയെന്നപ്പോൾ എന്നെ കടിച്ച്. ഉണക്കമീൻ വണ്ടി വെച്ചാൽ മണം വരുമോ? അങ്ങനെ സാധനങ്ങളൊക്കെ അൺലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് വീട്ടിനകത്തേക്ക് അൺലോഡ് ചെയ്യണം. അയ്യോ, മെൻ ഓഫ് ദ ഫാമിലി ആയിപ്പോയി. എന്ത് ചെയ്യാനാ, ചുമ്മാ. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ വ്ളോഗ് എവിടെ വെച്ചോ നിർത്തി. കടയിലൊക്കെ പോയിട്ട് വന്നിട്ട് രാത്രി ലൂസിൻ്റെ ഒപ്പരം കിടന്ന് നിർത്തി ഞാൻ. അങ്ങനെയാണ് കേട്ടോ രാത്രി. ലൂസി കുറച്ച് നേരം കിടക്കും. ഉച്ചയ്ക്കാണെങ്കിൽ അങ്ങനെ തന്നെ കിടന്ന് ഉറങ്ങും. ഈ രാത്രിയിലും ഉറങ്ങും, പക്ഷെ ഞാൻ കിടത്തൂല, കൊണ്ട് കൂട്ടിലിടും. രാവിലെ എണ്ണീച്ചിട്ട് ഉള്ള എന്നെ കാണാനുള്ള ബഹളങ്ങളാണ്. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു. പൂരിയും കടലക്കറിയായിരുന്നു. ഇതെനിക്ക് ഇഷ്ടമുള്ളൊരു സ്നാക്കാണ്. ഇവിടെ ഒരാൾ വന്നപ്പോൾ കൊണ്ടുവന്ന് തന്നതാണ്. ചുറോസാണ്, മറ്റേ ഒറിജിനൽ ചുറോസ് അല്ല. ഒറിജിനൽ ചുറോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഭയങ്കര ബട്ടറി ഫീല്. നല്ല വെയിലാണ്, മഴക്കാറൊന്നും കാണുന്നില്ല. അവനെടുത്തോണ്ട് ഒരാളുടെ കരച്ചില്ല കരയുന്ന. ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കണത്. ഞാൻ പോയവനെ എടുത്തോണ്ട് വരട്ടെ. മോനെ പിശുന എന്താ? പിശുന എന്താ? എന്താ പേരക്കൊന്നും കഴിക്കാത്ത? ഇന്ന് രാവിലെ കിശി എടുത്തില്ലായോ? അടുപ്പ് ഈശനോ എന്താടി പെണ്ണെ? പുറത്തു പോണോ? പുറത്തു പോണോ? വെയിൽ കൊല്ലണോ? കാക്കച്ചീനെ കാണാനോ? കാക്കച്ചീനെ കാണാനോ? വാശിയാന്നേ ലൂസിക്ക്, ഭയങ്കര വാശിയാണ്. ലൂസിയുടെ കളർ ഓരോ ദിവസം മാറി മാറി വരുന്നുണ്ട്. തലയുടെ ഇവിടെയൊക്കെ യെല്ലോ വന്ന് ആരാ ഇടിച്ച പോലെ ഉണ്ട്. ഞങ്ങൾ കുറച്ച് നേരം ഇവിടുന്ന് വെയിലൊക്കെ കൊള്ളട്ടെ കേട്ടോ. കാക്ക കാക്ക മോളില് കാക്കയുണ്ട്, നിന്നെ പിശോണ്ട് പോകുന്ന പറഞ്ഞേക്കാം. ആ കാക്ക, എടാ അവിടെ ഇരിക്കലടാ. കാക്ക ഒന്ന് എടുത്തോണ്ട് പോയി, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലടാ. ലൂസി കാക്ക
ആ ഇവൻ നോട്ടിയാ പറഞ്ഞ അനുസരിക്കില്ല കാക്ക. ഇപ്പം പറഞ്ഞ അനുസരിച്ച് അമ്മമ്മയുടെ ഫോൺ അടിക്കുന്നു. ഞങ്ങളകത്തേക്ക് പോട്ടെ. Bye guys. അയ്യോ തുമ്മല്. മമ്മി പൊടി അടിച്ചെന്റെ. ഇവരെന്തു ഈ പരക്കം പായുന്നേ? ഇവനെന്തു? അയ്യാ കടിക്കുന്ന അമ്മ എന്നെ. അതാ അടിച്ചു. അവന്റെ കണ്ടോ നോക്കിയമ്മ കാക്കേനെ കാണാൻ പോവാ. എടാ അവിടുന്ന് വന്ന് പിടിച്ച എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലടാ ലൂസി. പറഞ്ഞ അനുസരിക്കില്ലാത്തൊരു കിളിയാ. സോ ഗൈസ്, അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കിന്നൊരു കേക്ക് ഉണ്ടാക്കിയാലോ എന്ന്. ഇത് ഈ വീഡിയോയിൽ ഞാനത് ഇൻക്ലൂഡ് ചെയ്യത്തില്ല. കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാം. അപ്പം അത് ബേക്കിംഗ് വീഡിയോ ആയിട്ട് ചെയ്യാം. അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. ഞാൻ അതും എൻ്റെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഒരു മാത്യൂസ് കേക്കോ അല്ലെങ്കിൽ മിൽക്ക് കേക്കോ എന്തെങ്കിലും സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. ഞാൻ ഇൻസ്റ്റമാർട്ട് എല്ലാം ഓർഡർ ചെയ്യാം. കഴിഞ്ഞ പണ്ടൊരു ബ്രൗണി ഉണ്ടാക്കി കുളമായിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ലൂസി ആയിട്ടിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. മമ്മി മറ്റേ ചിക്കൻ കൊണ്ടുവന്ന് അത് അപ്പം തന്നെ കഴുകുക, അല്ലെങ്കിൽ അതിൽ സ്മെല്ല് വരും എന്ന് പറഞ്ഞിട്ട്. സോ അതിനുശേഷം 3 മണിക്ക് എനിക്ക് ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻ്റ് ഉണ്ട്. എൻ്റെ സ്കിൻ ഫുള്ള് പൊട്ടയായല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വെച്ചോണ്ടിരിക്കേണ്ട. ഞാനിവിടെ എന്താണ് കലൂരുള്ള എപ്പിക്കോറിയത്തിലാണ് കേട്ടോ പോവാറ്, സ്റ്റേഡിയത്തുള്ള. എനിക്ക് ആ ഡോക്ടറിൻ്റെ മരുന്നൊക്കെ നല്ലോണം വർക്കൗട്ടായി. സോ നമുക്കിനി ബേക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കുകയാണെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് കാണാം. നമ്മുടെ കേക്കിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വെച്ച് ചെറിയ പാത്രമാണ് വന്നത്, വലിയ പാത്രമല്ല. പിന്നെ ഇത് ഒരു വിസ്ക് എന്നൊരു എന്തൊക്കെയാണ് എനിക്ക് അതിനകത്ത് മെഷറിങ് ടേപ്പിന് ഇതുപോലെ സ്പൂൺ. പിന്നെ ഇത് ബട്ടർ പേപ്പർ, പിന്നെ കുറച്ച് സാധനങ്ങൾ, ബാക്കി സാധനങ്ങൾ വീട്ടിലുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ. അതിൻ്റെ പാത്രം എന്താ? ഇത് കുറച്ച് തേങ്ങയുടെ പൊങ്ങാണ്. ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. അറിയില്ല അവൻ കഴിക്കുമെന്ന്. കൊടുത്തു നോക്കാം. ലൂസി, പുതിയ സാധനമായതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ വന്ന് 2 റൗണ്ടൊക്കെ വലം വെച്ച് നോക്കിയിട്ടൊക്കെ ഞങ്ങൾ കഴിക്കത്തുള്ളൂ. ഞാൻ ഇന്ന് ഇവിടെ കേക്ക് ഉണ്ടാക്കണു എന്ന് പറഞ്ഞപ്പം ചിലവർക്ക് അടുക്കളയിൽ നിന്ന് തിരിയാൻ സ്ഥലമില്ല. ആൻഡ് നോട്ട് ഗിവിങ് മീ ദ കിച്ചൺ. ദിസ് ഈസ് നോട്ട് ഫെയർ. ഒന്നാമത്തെ കാര്യം, ഞാൻ ഇവിടെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ട് പൊട്ടനെ പോലെ റൂമിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറേ നേരമായി. ഓക്കെ, ആ ലൂസി മോനെ, അവൾ ഒരെണ്ണം കഴിയുമ്പോൾ അടുത്ത ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുക. കള്ളി എന്ന് ചമ്മന്തി എന്തിനാ? ഓ, ആദ്യമായിട്ടാണ് അങ്ങനെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എങ്ങനെയും ബേക്ക് ചെയ്യരുത്, അതാണ് നിന്റെ മോട്ടീവ് അല്ലേ? ലൂസി, സെലിയമ്മാമ കള്ളിയാടാ. ലൂസി. എൻ്റെ കേക്ക് അവിടെ റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് സവാള പൊടിക്കാം. കാരണം ഇന്നിവിടെ പതിവുപോലെ വെനസ്ഡേ ചിക്കൻ കറി. സോ അതൊരു 25 മിനിറ്റ്സ് എടുക്കും. അതിലേക്ക് നോക്കിയിട്ടാൽ നമുക്ക് വേഗം സവാള പൊളിച്ച് കഴിഞ്ഞാൽ ഇനി 3 മണിക്ക് വേഗം ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റിലേക്കും പോകാൻ പറ്റും. ഇപ്പോൾ 2:30 ആയി.
ചിറക് വരാൻ ടൈം എടുക്കും. അറിയില്ല അമ്മ എനിക്ക് അതിനെ കുറിച്ച്. ഇനി എൻ്റെ കേക്ക് റെഡിയാവാൻ 16 മിനിറ്റും കൂടി ഉണ്ട്. ആക്ച്വലി ഐ എം സോ സ്ട്രെസ്ഡ്. എനിക്ക് എക്സാം എഴുതാൻ പോലും ഇത്ര ടെൻഷനില്ലായിരുന്നു. കാരണം എല്ലാ പ്രാവശ്യവും ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പം കുളമാകും. സോ ദിസ് ടൈം ഐ തോട്ട് ഓഫ് സവാള അരിയിലും ആ ഒരു സ്ട്രെസ് മാറാൻ. കാരണം അപ്പോഴേക്ക് കരഞ്ഞ് കുളിച്ചു. ലൂസിയുടെ കൊടുത്തിട്ട് എന്തിനാ? കുഞ്ഞൊന്നും അല്ലല്ലോ. അവന് സീഡ് വേണോന്ന് ഇവിടെ ഇരിപ്പുണ്ട് ആള്. ലൂസി എല്ലാം കേട്ടോണ്ട് തുറന്നു വിട്ടേക്ക്. അവന് ഭയങ്കര ഹാപ്പിയാ. സൗണ്ടൊന്നും ഉണ്ടാവും. തൊട്ട് കാണിക്കുന്ന അവന് സീഡ് വേണോന്ന്. താഴെ ഉണ്ട്, അതെടുത്തു കൊടുത്തത്. എൻ്റെ സീഡ് തൊടില്ലായിരുന്നു, ഇപ്പൊ സീഡേ തൊടുള്ളൂ. സെല്ലേ എൻ്റെ കണ്ണ് നീറുന്നടി, എൻ്റെ കണ്ണ് നീറുന്നടി. കണ്ണ് നീറിയിട്ട് വയ്യ. ഞാൻ വന്നിട്ട് പോയപ്പോഴേ ഇതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കരഞ്ഞൊരു വഴിയാവും ഞാൻ. എനിക്ക് പറ്റല്ല അമ്മ, കണ്ണു നീറിയിട്ട്. പോയേ പറ്റല്ല. അയ്യോ അയ്യോ. ഞാൻ ക്വിറ്റിൻ്റെ അടിച്ചു. എനിക്ക് പറ്റില്ല ഇത് അരിയാൻ. കണ്ണ് കയറിയിട്ട് വയ്യ. അയ്യോ വേർത്തു വയ്യ അമ്മേ. സോ ഗൈസ് ഞാൻ എന്താ റെഡിയായി. ബാക്കിൽ തുണിയൊക്കെ ഇട്ടിട്ടുണ്ട്, അത് വരുമ്പോഴാണ്. സോ റെഡിയായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. മുഖത്ത് ഞാൻ ഒന്നും തേച്ചിട്ടില്ല, ലിപ്സ്റ്റിക്കും ഐലൈനറും മാത്രമേ ഇട്ടിട്ടുള്ളൂ. കാരണം ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പം നമ്മളൊന്നും ഇടാൻ പറ്റത്തില്ലല്ലോ, നമ്മൾ റോ ഫേസ് കാണണ്ടേ. സോ പോയിട്ട് വന്നിട്ട് കാണാം. സോ ഗൈസ് അങ്ങനെ കേക്ക് ഉണ്ടാക്കി അത് സക്സസ്ഫുള്ളി വന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും ചെക്കൗട്ട് ചെയ്ത് നോക്കണേ. മാത്യൂസ് കേക്കാണ് ഉണ്ടാക്കിയത്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എപ്പിക്കോറിയം സ്കിൻ കെയർ ക്ലിനിക്കിൽ പോയി കുറേ. സോ വീഡിയോ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കട്ടായിപ്പോയി. കുറേ അധികം മരുന്നുകൾ തന്നിട്ടുണ്ട്. മരുന്നുകൾ ഫുള്ള് ഞാൻ കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഡോക്ടർ പറഞ്ഞത് അങ്ങനെ കാര്യമായിട്ടൊന്നുമല്ല. നോർമലി നമ്മുടെ ഒരു 23 ഏജസിലൊക്കെ വരുന്ന ബ്രേക്ക് ഔട്ട്സ് മെയിൻലി ഓഫ് ഫുഡ്. ഞാൻ ഈയിടെയായിട്ട് സ്വീറ്റ്സ് കുറേ കഴിക്കുന്നുണ്ടായിരുന്നു, മിഠായി ചോക്ലേറ്റ് എല്ലാം. അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞു ഡോക്ടർ. അല്ലാണ്ട് പ്രശ്നങ്ങളായിട്ടൊന്നും ഇല്ല. പുറമേ നിന്നുള്ളതൊന്ന് ട്രീറ്റ് ചെയ്യാം. ഇൻസൈഡ് എടുക്കേണ്ട പിൽസോ അങ്ങനത്തെ ഒന്നും ഇല്ല. ലാസ്റ്റ് ടൈം പോയപ്പോൾ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ്സ് ദാറ്റ്. ഇനി ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ടൊന്ന് ജിമ്മിൽ പോകണം.
എനിക്ക് ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു ഇനി ജിമ്മിൽ പോയിട്ടേ എനിക്കൊരു കൺസേൺ ഉണ്ടായിരുന്നു അവിടുത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുക നമ്മൾ മുഖത്തൊക്കെ തൊടുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെ വരാൻ ഇതൊരു ഇൻഫെക്ഷൻ ഒന്നും അല്ലല്ലോ, ഇതൊരു ഇൻഫ്ലമേഷൻ അല്ലേ. സോ മെയിൻലി ഓയിൽ ഗ്ലാൻഡ്സിന് പ്രശ്നം വരുന്നതുകൊണ്ടാണ്. സോ ദാറ്റ്. അപ്പം ഇന്നോട്ട് മരുന്ന് പിന്നെ ഉപയോഗിക്കുന്ന ടിൻറ്റഡ് സൺസ്ക്രീനാണ്. പക്ഷേ 2-3 years ആയിട്ട് അത് തന്നെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഡോക്ടർ പറഞ്ഞു ടിൻറ്റഡ് സൺസ്ക്രീൻ ആണെങ്കിൽ ടൈറ്റാനിയമോ സംതിങ് ഈസ് യൂസിങ് ദാറ്റ്. അപ്പം അതും കൊണ്ട് ട്രിഗർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. സൺസ്ക്രീൻ ഞാനിപ്പോൾ തൽക്കാലം വീട്ടിൻ്റെ പുറത്തേക്കൊന്നും ഇറങ്ങാത്തതുകൊണ്ട് ഒഴിവാക്കിയിട്ട് ഡോക്ടർ മരുന്നൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ തേച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. സോ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി ഞാൻ ജിമ്മിൽ പോവില്ലെന്ന് പോലും അറിയില്ല. ഞാനിപ്പോൾ കേക്കിൻ്റെ പുറകെ ആയതുകൊണ്ടേ. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. അടുത്ത വീഡിയോ കേക്ക് വീഡിയോ ആണ് കേട്ടോ, എല്ലാവരും കാണണേ.